ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ലൊരു കിഡിലൻ ബീഫ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത 3/4 കിലോ ബീഫാണിത്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ബീഫ് നല്ല ചെറിയ കഷ്ണങ്ങളാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്നാലേ അകത്തൊക്കെ നല്ല ക്രിസ്പായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. ഇനി ചട്ടി അടുപ്പിൽ വെച്ചിട്ട് 1/2 ലിറ്ററോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിനെ 3 പാർട്ടായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതായത് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. നല്ല ക്രിസ്പായിട്ട് നല്ല മുരിഞ്ഞെടുക്കണം. ഇതുപോലെ നന്നായി എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. അച്ചാറിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് വെളുത്തുള്ളി, 1/2 കപ്പ് ഇഞ്ചി, പിന്നെ എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അധികം പച്ചമുളക് എടുത്തോളൂ കേട്ടോ. ഞാനിവിടെ ഒരു 10 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പിലോളം കറിവേപ്പില. നമുക്കിത് ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്ത് ഇങ്ങനെ കോരി എടുത്ത് വെക്കാം. എല്ലാം ഞാൻ വേറെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം എല്ലാത്തിനും ഒരേ വേവ് ആവണം എന്നില്ലല്ലോ, അതുകൊണ്ടാണ്. എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പകുതിയോളം നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ, മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവർ പേസ്റ്റ് ഒന്നും ആവണം എന്നില്ല കേട്ടോ. ഇനി അടുപ്പിലൊരു പാൻ വെക്കുക. 4 ടേബിൾ സ്പൂൺ നമ്മൾ മുന്നേ ബീഫ് ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1 ടീസ്പൂൺ കായം, പിന്നെ ഈസ്റ്റേണിൻ്റെ പിക്കിൾ പൗഡർ 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ 4 ടേബിൾ സ്പൂണിൽ മാത്രമല്ല, അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കുറച്ചുകൂടി ഒരു 4 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾക്ക് ഇത് അച്ചാറാണ്, കുറച്ച് ദിവസം എടുത്ത് വെക്കേണ്ട സാധനമല്ലേ. അപ്പോൾ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. മുളക് പൊടിയുടെ ആ പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് മാറി വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്തിട്ടില്ലേ നേരത്തെ, അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും 1 ഗ്ലാസ്സോളം വിനാഗിരിയും ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ഗ്ലാസ് എന്ന് പറയുന്നത് അളവ് മനസ്സിലാവാനാണ്. അപ്പോൾ 1 ഗ്ലാസ്സോളം വിനാഗിരിയും ചേർത്തിട്ട് നന്നായി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫും വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതിനെ എല്ലാത്തിനെയും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാർ റെഡിയാവും. ചെറിയൊരു സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. തിളക്കൊന്നും വേണ്ട, നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ടും വേവിച്ചിട്ടൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇനി അധികമായിട്ടൊന്ന് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ബിരിയാണി, നെയ്ച്ചോറ്, പിന്നെ പുട്ട്, ചപ്പാത്തിയുടെ കൂടെ, പത്തിരിയുടെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ. ഇപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു സ്പൂണ് മതി കേട്ടോ. വയറ് നിറയെ കഴിക്കാൻ പറ്റും. അത്രയും ടേസ്റ്റാണ്. ഹോസ്റ്റലിൽ പോകുന്നവർക്കും വിദേശത്ത് ബാച്ചിലറായി താമസിക്കുന്നവർക്കും ഒക്കെ ഈ അച്ചാർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉപകാരപ്പെടും എന്തായാലും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം താങ്ക് യു ഗൈസ്. Thank you so much. Take care. Bye.